അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളമാകെ തരിച്ചു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. വയനാട് ഒരു നാട് തന്നെ ഒന്നടങ്കം ഒലിച്ചുപോയി എന്ന് മാത്രമല്ല, ആ നാട്ടിലുള്ള ജനങ്ങളും അതുപോലെ നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. അത്രയും സങ്കടത്തിലാണ് കേരള ജനത ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടികളുടെ ഒരു 3-4 കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഒരു വിദ്വാൻ ഉണ്ടാക്കി പുറത്ത് വിട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നല്ലോണം മഴ പെയ്യിപ്പിക്കണേ, വയനാട്ടിൽ മഴ ശക്തിയാക്കണേ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്കൂളും മദ്രസൊന്നും ഉണ്ടാകാതെ ആക്കണേ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് അതൊരു വീഡിയോ ആക്കി ഇറക്കി, കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ഇറക്കിയ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ഈ ഉരുൾപൊട്ടുന്നതിൻ്റെ മുമ്പ് ഇറങ്ങിയ വീഡിയോ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചതായേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. കളക്ടറിനെ ആഫിയത്ത് ആരോഗ്യം നൽകണേ. അങ്ങനെ കാഴ്ചശക്തി കൂട്ടണേ. മഴ നല്ലോണം കാണാൻ ആഫിയത്ത് ആരോഗ്യം നൽകണേ. കേട്ടല്ലോ കുട്ടികളുടെ ആഗ്രഹം. അത് ആ നാട്ടിലുള്ള വലിയവർ, ആ വീട്ടിലുള്ള വലിയവരാണ് ആ വീഡിയോ ചെയ്യുന്നത്, ആ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ വലിയവർ എടുത്ത് അവസാനം കലക്ടർക്ക് കണ്ണിന് നല്ല കാഴ്ച കൊടുക്കണേ എന്നും, കാരണം മഴ കണ്ടിട്ട് സ്കൂളും മദ്രസയും ലീവാക്കാൻ വേണ്ടിക്കൊണ്ട് കലക്ടർക്ക് നല്ല കണ്ണിന് കാഴ്ച കൊടുക്കണേ എന്ന് വലിയ ഒരാളാണ് അവിടെ അപ്പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ആ കുട്ടി പിന്നീട് പറയുന്നത്. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾ, നമ്മുടെയൊക്കെ അഖീദ വലിയ ഒരു അഖീദയാണ് നമ്മുടേത്. നമ്മുടെ വിശ്വാസപ്രകാരം കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്ന ദുആയുടെ ഇടയിലും അല്ലാഹുവിൻ്റെ ഇടയിലും ഒരു മറയില്ല എന്നാണ്. അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്ത് ആ കുട്ടികൾ ആമീൻ പറഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിക്കുമെന്നാണല്ലോ. കുട്ടികൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിക്കും, തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം കുട്ടികൾക്ക് ആത്മാർത്ഥം എന്താണ്? സ്കൂളും മദ്രസയും ഇല്ലാതിരിക്കലാണ്. ആത്മാർത്ഥമായിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് കുട്ടികൾ നടത്തുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കണം, ഇതുപോലത്തെ കളിക്കാനുള്ളതല്ല ദീന്, ഇതുപോലെ കളിക്കാനുള്ളതല്ല പ്രാർത്ഥന.
ഇതുപോലെ കളിക്കാനുള്ളതല്ല അല്ലാഹു. ഇതുപോലത്തെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാനും അതുപോലെ കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം ഇറങ്ങും, അള്ളാഹു പരീക്ഷിക്കും. നാം നല്ലവണ്ണം കാത്തു സൂക്ഷിക്കണം. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, മക്കളെ കൂട്ടമായിട്ട് ഇരുത്തി വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യരുത്. വേറെ എത്രയോ കോപ്രാട്ടിത്തരങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് ദീനീപരമായി കൊണ്ടുള്ള ഇതുപോലത്തെ കാര്യം ചെയ്തിട്ട് വേണോ നമുക്ക് വീഡിയോ എടുക്കാൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിവില്ലാത്തതിൻ്റെ പേരിലായിരിക്കും ചെയ്തത്. മേലിലൊരിക്കലും ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോകരുത്. ഇന്ന് ആ നാടിൻ്റെ, ആ കുട്ടികൾ പറഞ്ഞ ആ നാടിൻ്റെ പേരെടുത്ത് പറയുന്നവരെയുണ്ട്. വയനാട് എന്ന് വരെ അതിൽ പറയുന്നുണ്ട്. വേറൊരു രാജ്യമല്ല പറയുന്നത്. ഞങ്ങളെ വയനാട്ടിൽ നല്ല മഴ തരണേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇതുപോലത്തെ വീഡിയോകളൊന്നും കുട്ടികളെ കൊണ്ടുണ്ടാക്കിയിട്ട് അത് പുറത്തിറങ്ങി സംഭവിച്ചാൽ ഈ കുട്ടികളെങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുകയാണ്. അല്ലാഹു തആല ആഫത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് മരണം അവിടെ എത്രയാ ആയത്? 300ഓളം ജനാസ കിട്ടിക്കഴിഞ്ഞു. 200 ചില്ലറ ആളുകൾ മിസ്സിങ്ങിലാണുള്ളത്. ഒരു നാടൊന്നടങ്കം ഒലിച്ചു പൊഴിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ആളുകളെ തിരിച്ച് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഉഖ്റവിയായ ശുഹദാക്കളുടെ പട്ടികയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മരണപ്പെട്ടു പോയവരെ അല്ലാഹു പെടുത്തി കൊടുക്കട്ടെ. അതുപോലെ തന്നെ അവിടെ ഇമാമായി, ആ നാടിൻ്റെ ഇമാമായിരുന്ന ശിഹാബുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകൾ മരണപ്പെട്ടു. അദ്ദേഹമാണ് ആ നാടിൻ്റെ ഇമാമ്. അദ്ദേഹവും മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഖബറും നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഉഖ്റവിയായ ശുഹദാക്കളുടെ പട്ടികയിൽ ചേർക്കണേ അല്ലാ. കുടുംബങ്ങൾക്ക് ക്ഷമ നൽകണേ അല്ലാ. നാളെ മഹ്ശറയിൽ ആ കുടുംബങ്ങൾക്ക്, ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കന്മാർക്കും എല്ലാവർക്കും കാണാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ഇതുപോലത്തെ ദുരന്തങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അത് താങ്ങാൻ മാത്രം ഈമാന് ഞങ്ങൾക്കില്ല. അത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം പൊട്ടുകയാണ്. ഓരോ ചെറിയ കുട്ടികളുടെ കൈയും കാലും തലയും വേറിട്ടിങ്ങനെ എടുക്കുമ്പോൾ ഹൃദയം പൊട്ടുകയാണ്. പടച്ചവനെ, അത്ര ദുരന്തങ്ങളിൽ ഞങ്ങളാരെയും നീ പെടുത്തല്ലേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.